ബീഹാറിൽ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന BJP വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. സീറ്റ് വിഭജനം അന്ന് പറഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, ബീഹാർ ചുമതലയുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അശോക് ധവളെ, A. വിജയരാഘവൻ എന്നിവർ കഴിഞ്ഞ ദിവസം ബീഹാറിലെ പാർട്ടി നേതൃത്വവുമായും തേജസ്വി യാദവുമായും കൂടിക്കാഴ്ച നടത്തി. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. 2020-നേക്കാൾ 2 സീറ്റുകൾ അധികം ലഭിക്കുമെന്നാണ് സൂചന. വരുന്ന ദിവസങ്ങളിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങളല്ല, BJP അധികാരത്തിൽ നിന്നും താഴെയിറക്കാനുള്ള നീക്കങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് A. വിജയരാഘവൻ പ്രതികരിച്ചു. സീറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ആ നിലയിലുള്ള സമീപനമല്ല CPM അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പരമാവധി കൂടുതൽ ജനങ്ങളെയും കൂടുതൽ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ച് മതേതര പാർട്ടികളെ ഒരുമിപ്പിച്ച് BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒന്നാമത്തെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് ആളുകളെ പട്ടികയ്ക്ക് പുറത്താക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ആരോപണം നേരിടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ശക്തമായി ചെറുക്കണം. ബീഹാറിലെ ഗ്രാമങ്ങളിൽ പോലും വർഗീയത വളർത്താനാണ് BJP ശ്രമിക്കുന്നത്. ഇതിനെതിരെ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ BJPയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കഴിയൂ. BJPയെ താഴെയിറക്കിയാൽ മാത്രമേ ഭരണഘടന പോലും സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ സാഹചര്യത്തിൽ BJPയുടെ പിന്തുണയുള്ള NDA ഭരണത്തിന് അവിടെ വേണ്ടത്ര ജനപിന്തുണയില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന ശിലയായ വോട്ടർ പട്ടികയെ പോലും അട്ടിമറിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതാണ്. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരജ് പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. എന്നാൽ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടികൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി.